സന്ദീപ് വാര്യർ രാഷ്ട്രീയമായ നിലപാടിൽ വ്യതിയാനം ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ CPIMന്റെ ഉന്നത നേതാക്കന്മാരൊക്കെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി മാറുമെന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി. അദ്ദേഹം സ്വീകരിച്ചത് CPIM അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും സന്ദീപ് വീണ്ടും ശുദ്ധ വർഗീയവാദിയായി മാറി. മാത്രവുമല്ല, സന്ദീപിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളും നോട്ടീസുകളുമൊക്കെ പ്രത്യേക മതവിഭാഗങ്ങളിൽ കൂടുതൽ പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു രീതി നാം കണ്ടു. നിങ്ങൾ ഓരോരുത്തരും അറിയില്ല. അത് സിറാജ്, സുപ്രഭാതം എന്നീ പത്രങ്ങൾ അത് പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകളാണ് കൂടുതൽ വാങ്ങുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ മതവിഭാഗത്തിലുള്ള ആളുകളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പീഡിപ്പിക്കുന്നതിനല്ല, അവരെ മറ്റ് മതവിദ്വേഷം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നിലയിൽ CPIയുമായി സഹകരിച്ച് പോകുന്നത് കൂടുതൽ അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ CPI ഉപേക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തര കാര്യം അതാണ്. അടിയന്തരമായി ഉണ്ടായിട്ടുള്ള വിഷയം അതാണ്. ഏറ്റവും അവസാനം എനിക്ക് ബോധ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങളെ സംശയത്തിൽ നിർത്തുന്ന പ്രസ്താവനകളാണ് CPIMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് വരുന്നതെന്നാണ്. CPIMല് SFIയുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് ചുമതലകളും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും DYFIയുടെ മേഖലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ മറ്റ് നേരത്തെ എന്ത് വഹിച്ചു എന്നുള്ളതിലല്ല ഇപ്പോൾ പ്രസക്തി, ഞാനിപ്പോൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് CPIയുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല വാസ്തവത്തിൽ. ഓ, എങ്ങനെ നിലവിലത്തെ സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടാണ്? ബ്രാഞ്ചിൽ ഏകദേശം ഒരു സമ്മേളന കാലയളവ് കഴിഞ്ഞ് വേറൊരു പുതിയൊരു സമ്മേളനം തുടങ്ങിയിരിക്കുകയാണല്ലോ. ഏകദേശം 3-4 വർഷത്തോളമായി ഈ ബ്രാഞ്ച്. ഓ, CPIMന് 4 വർഷമല്ല. CPIMല് ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് KSUവിന്റെ വിദ്യാർത്ഥിയായി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. KSU CPI അംഗമായിട്ടുള്ളത് ഞാൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഏകദേശം 2003 കാലയളവിൽ ഞാൻ CPIM അംഗമാണ്. പിന്നെ വിദേശത്ത് പോയതിന്റെ ഭാഗമായി CPIM അംഗത്വം സ്വാഭാവികമായും ഉപേക്ഷിക്കപ്പെട്ടതാണ്. തിരിച്ചു വന്നിട്ട് ഏകദേശം 2019 വന്നത്. കോവിഡിന്റെ കാലം ഏകദേശം 5 വർഷത്തോളമായി. ഒരു സ്ഥാനവും ഒരു ഘട്ടത്തിലും ഞാൻ CPIMൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാ സ്ഥാനവും എന്നെ തേടി വന്നിട്ടുള്ളതാണ്. അവർ അതിന് പറ്റുമെന്ന് കണ്ട് നിയോഗിക്കപ്പെട്ടാണ്. ഒരു സാധാരണ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ആ നിലയിൽ ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എനിക്ക് അതിന് പ്രാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് CPIM വിവിധ ചുമതലകൾ എനിക്ക് നൽകിയിട്ടുള്ളത്. ആ വിശ്വാസമാണ് എനിക്ക്. അല്ല, ഇടക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബ്രാഞ്ച് സെക്രട്ടറി മാറി ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതാണ്. പിന്നീട് ഈ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. ആ, മോഹനൻ മാഷ് വഹിക്കുന്ന സ്ഥാനം എന്താണ്? CPIMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. CPIMനെ സംബന്ധിച്ച് എല്ലാ ആളുകളും ഇങ്ങനെ സംസാരിച്ചു കൊള്ളണമെന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ അത് CPIMന്റെ ജില്ലാ നിലപാടാണ്. ലൈറ്റാക്കുന്നതല്ലോ, നിലപാട് എന്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ അന്തർലീനമായിട്ടുള്ള നിലപാടാണ് പുറത്തേക്ക് ആദ്യം വന്നിട്ടുള്ളത്. എങ്ങനെ നിലപാടതല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? സാമൂഹിക സമ്മർദ്ദവും സാഹചര്യം കൊണ്ടല്ലേ, ആളുകളെ പ്രഷർ വന്നതുകൊണ്ടല്ലേ. ആ നിലപാട് അല്ല. ന്യൂനപക്ഷങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും മേഖലകളിൽ അധികം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം ന്യൂനപക്ഷങ്ങളെ സംശയത്തിൽ നിർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് യാതൊരു ആലോചനയും നടത്താൻ പാടുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് അത് സമൂഹത്തിൽ എത്ര കണ്ട് ഇംപ്ലിമെന്റ് ആവും എന്നുള്ള നിലയിലാണ്. അതങ്ങ് ഷൂട്ടാകുമായിരുന്നെങ്കിൽ, അതിന്റെ ഏറ്റുപിടിച്ച് മറ്റ് പൊതുസമൂഹമൊക്കെ ആയിരുന്നെങ്കിൽ അതായിരുന്നു നിലനിൽക്കുന്ന സ്റ്റേറ്റ്മെന്റായി മാറി. അത് തിരുത്താൻ മോഹൻ മാഷ് പോകില്ലായിരുന്നു. എന്നാൽ സാമൂഹിക സമ്മർദ്ദം വന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരുത്തപ്പെട്ടതാണ്. തിരുത്താതെ നിൽക്കാൻ കഴിയില്ല. ഓ, പൊതുസമൂഹം, നിങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദം നിങ്ങൾ കണ്ടില്ലായിരുന്നു? കോൺഗ്രസിലെ അങ്ങനെ എനിക്ക് ഒരു ബോധ്യമല്ല. CPM അക്കാര്യത്തിൽ കോഴിക്കോട് സാഹചര്യം വിലയിരുത്തിയിട്ടൊന്നും പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇവിടെ ജനങ്ങളത് അംഗീകരിക്കില്ല എന്ന് CPMന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവർ തിരുത്തിയതായി.
മാഷ് വിഷയം ആരൊറ്റപ്പെട്ടു എന്ന് ഇല്ലല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. അത് മോഹൻ മാഷ് ഒരു സ്പോക്സ്മാൻ മാത്രമാണ് ആ ജില്ലാ നിലപാട്. ഇത് ഇവിടെ പ്രാവർത്തികമാകുമായിരുന്നെങ്കിൽ അതാണ് CPIM-ന്റെ ഈ കാര്യത്തിലുള്ള നിലപാടാകുക. പക്ഷേ കോഴിക്കോട്ടെ ജനങ്ങളും കേരളം പൊതുവെയും ആ നിലപാടിനോട് യോജിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് CPIM-ന് അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും CPIM-ന്റെ ഈ കാര്യത്തിൽ ആദ്യത്തെ നിലപാട് അത് തന്നെയാണ്. പിന്നെ തിരുത്താൻ നിങ്ങൾ കാണാറില്ല ഓരോരോ വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറകോട്ട് പോകുന്നത് എന്താണ്? നിലപാട് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. കാർഡ് ഇറക്കി നോക്കി, യെസ് നടന്നില്ല എന്ന് കണ്ടപ്പോ പിൻവലിക്കുക.